2018 പ്രളയത്തിൽ തകർന്ന ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച പഴയ മൂന്നാറിലെ ആട്ടുപാലം പുനർനിർമ്മിക്കുന്നതിന് എല്ലാവിധ നടപടികളും പൂർത്തിയായെന്ന ദേവികുളം MLA അഡ്വക്കേറ്റ് എ. രാജ. ആദ്യഘട്ടത്തിൽ പാലം പുനർനിർമ്മിക്കുന്നതിന് 35 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. എന്നാൽ പഴയ തനിമ നഷ്ടപ്പെടാതെ പാലം നിലനിർത്തണമെന്ന ആവശ്യത്തെ തുടർന്നാണ് MLA ഫണ്ടിൽ നിന്ന് 1,15 ലക്ഷം രൂപ അനുവദിക്കുകയും സർക്കാരിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങുകയും ചെയ്തത്. അതുകൊണ്ടാണ് പാലം പുനർനിർമ്മാണത്തിന് കാലതാമസം നേരിട്ടത്. എന്നാൽ ഇപ്പോൾ ടെൻഡർ നടപടികളടക്കം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും പാലത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നും MLA വ്യക്തമാക്കി. ഈ പാലം പണിയുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഞങ്ങൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ ഏകദേശം 1,15 ലക്ഷം രൂപ ഈ പാലം പണിക്ക് വേണ്ടിയിട്ട് ആവശ്യം വന്നു. നേരത്തെ ഉണ്ടായിരുന്ന പാലം അതേപോലെ തന്നെ ചെയ്യണമെന്ന് ആവശ്യമുയർന്നതനുസരിച്ചാണ് ഈ 1,15 ലക്ഷം രൂപ MLAയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ചതിന് ശേഷം സാധാരണ MLAയുടെ ഫണ്ട് 1 കോടി രൂപ വരയ്ക്ക് ഒരു പദ്ധതിക്കാണെങ്കിൽ ജില്ലാ കളക്ടറിൻ്റെ അനുവാദം മതി. പക്ഷേ ഈ പാലത്തിന് 1,15 ലക്ഷം ആവശ്യം വന്നപ്പോൾ സർക്കാരിൽ ഫിനാൻസിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ എടുക്കേണ്ടി വന്നു. അങ്ങനെ സ്പെഷ്യൽ പെർമിഷൻ എടുക്കുന്നതിന് കുറച്ച് താമസം വന്നു. ആ താമസം എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇതിനുള്ള AS കഴിഞ്ഞ മാസങ്ങളിൽ AS ആയിരുന്നു, പിന്നീട് ഇപ്പോൾ TS ആയി, ഇപ്പോൾ ടെൻഡർ നടപടികളും ആയിട്ടുണ്ട്. അപ്പോൾ പാലം പണി എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി തന്നെ ആ പ്രദേശത്തുള്ള ആളുകൾ 5-6 വർഷങ്ങളായിട്ട് മറ്റു വഴിയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പാലം വന്നു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ അവിടത്തേക്ക് പോകാൻ കഴിയും. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന ആളുകൾ, കേരളത്തിൽ ഈ തൂക്കുപാലം നിർമ്മിക്കുന്ന ആളുകൾ കുറവാണ്. അതിന് പറ്റിയ ഏജൻസിനെ കൊണ്ട് തന്നെ ഈ പാലം പണി ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ടെൻഡർ എടുത്തിരിക്കുന്നതും അവർ തന്നെയാണ്. ഇതിന് എക്സ്പേർട്ടായിട്ടുള്ള ഏജൻസിയാണ് വർക്ക് എടുത്തിരിക്കുന്നത്.